ഹാർട്ട് അറ്റാക്ക് എന്നതിലുപരി സഡൻ കാർഡിയക് അറസ്റ്റ് എന്ന ലെവലിലേക്ക് പോയാണ് പല മരണങ്ങളും സംഭവിക്കുന്നത്. അതിന് ഏജ് ഒരു ബാരിയർ ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ജിം ട്രെയിനേഴ്സും അതേപോലെ തന്നെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിലുള്ള വർക്ക്ഔട്ട്സ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഡയറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യണം. എക്സസ് ആയിട്ട് പ്രോട്ടീൻസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതേപോലെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വർക്ക്ഔട്ടും ഉണ്ടായിരിക്കണം. നിങ്ങൾ എടുക്കുന്ന പ്രോട്ടീൻസ് ഒരിക്കലും ഒരു കൃത്യമായ നിർദ്ദേശപ്രകാരം അല്ലാതെ നിങ്ങൾ എടുക്കല്ല. ഇപ്പൊ നിങ്ങൾ ജിം ട്രെയിനർ പറയുകയാണ് ഇതെടുക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്തെടുക്കാൻ പാടില്ല. നിങ്ങളുടെ ഹെൽത്ത് ചിലപ്പോൾ അതിന് എടുക്കാനായിട്ട് യൂസ്ഡ് ആവണമെന്നില്ല, അല്ലെങ്കിൽ അതിന് ഫിറ്റ് ആവണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ഒരു പ്രോട്ടീനെ നിങ്ങൾ സ്വീകരിക്കാവൂ. മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് തന്നെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രോട്ടീൻ സപ്ലിമെന്റ്സും ഇഞ്ചക്ഷൻ രൂപേണയൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ അത് നിങ്ങളുടെ ഹാർട്ട് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവയവത്തിന് ഒരു വലിയ ദോഷം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, അതായത് നമ്മുടെ ഹൃദയവും തലച്ചോറും, ഒരു സെക്കൻഡ് മറന്നാൽ നിലയ്ക്കാവുന്ന ശ്വാസമേ എല്ലാ മനുഷ്യർക്കുമുള്ളൂ. അപ്പം അതിന് അപകടകരമായിട്ടുള്ള സാധ്യത ഒരുപാടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഏതൊരു സപ്ലിമെന്റ്സ് നിങ്ങൾ എടുത്താലും ഒരു കൃത്യമായ ചെക്കപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈറ്റൽസ് എല്ലാം ഓക്കെ ആണോ നോക്കി നിങ്ങൾക്കത് അഡ്വൈസബിൾ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാവരുമൊക്കെ ഷെയർ ചെയ്യുക.